എഫേസ്യർ 6:19 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ ആത്മീയ യുദ്ധപ്രഭാഷണത്തിൻ്റെ സമാപനത്തെ കുറിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥന, അപ്പോസ്തോലിക ധൈര്യം, വിശുദ്ധന്മാർക്കിടയിലുള്ള കൂട്ടായ്മ, ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സ്നേഹം എന്നിവയുടെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് തടവുകാരനായ അപ്പോസ്തോലൻ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഭാഗം നിർവഹിച്ചതെന്ന് ഓർക്കുമ്പോൾ നാം അത്ഭുത പരതന്ത്രരാകുന്നു. സുവിശേഷത്തിന് വേണ്ടി തടവുകാരനായി തീർന്ന വിശുദ്ധ പൗലോസ് തടവിൽ കിടന്നുകൊണ്ട് സുവിശേഷം ഘോഷിച്ച് അനേകം പേരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുവെന്നോർക്കുക. ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ എന്ന വചനം വിശുദ്ധ പൗലോസ് തൻ്റെ ഉന്നതമായ വിളിയുണ്ടായിരുന്നിട്ടും പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സഭയിലെ എല്ലാ അംഗങ്ങളും ഒരു ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പരസ്പരം പ്രാർത്ഥിക്കണമെന്നും ഇത് അടിവരയിടുന്നു. പ്രത്യാഘാതങ്ങളെ ഭയപ്പെടാതെ, മനുഷ്യൻ്റെ വാക്ചാതുര്യത്തിൽ ആശ്രയിക്കാതെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സത്യം പ്രഖ്യാപിക്കുക എന്നതാണ് ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന മാർഗം. പ്രിയപ്പെട്ട സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനുമെന്ന് പരാമർശിക്കുന്ന സമൂഹത്തിൻ്റെ പ്രാധാന്യത്തെയും സഭയുടെ വ്യക്തിപരവും കുടുംബപരവുമായ സ്വഭാവത്തെയും എടുത്തു കാണിക്കുന്നു. ഇത് അമൂർത്ത ദൈവശാസ്ത്രത്തെക്കുറിച്ചല്ല, മറിച്ച് കൂട്ടായ്മയ്ക്കുള്ളിലെ സ്നേഹത്തെയും പ്രോത്സാഹനത്തെയും കുറിച്ചാണ്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ എന്നത് ആരാധനകളിൽ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൃപ വിശ്വാസിയുടെ ജീവശ്വാസമാണ്. അക്ഷയമായ സ്നേഹം അന്തിമ അനുഗ്രഹമാകയാൽ അത് അതിപ്രധാനമാണ്. ഇവിടെ സ്നേഹമെന്ന വാക്ക് അഗാപ്പെ, ക്ഷണികമോ സ്വാർത്ഥകമോ അല്ല, മറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായും ലക്ഷ്യം വെച്ചുള്ള ശുദ്ധവും നിലനിൽക്കുന്നതുമായ ഒരു സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇതാണ്: രക്ഷകനിൽ സ്ഥിരവും അചഞ്ചലവുമായ ശ്രദ്ധ. അങ്ങനെയുള്ള ഒരു ജീവിതം. ഈ ഭാഗത്തിൻ്റെ സംഗ്രഹത്തിൽ ദൈവത്തിൻ്റെ ആയുധവർഗം ധരിച്ച ശേഷം വിശ്വാസി നിരന്തരം പ്രാർത്ഥിക്കുന്നത് തുടരണം. ഐക്യത്തിലും സ്നേഹത്തിലും പ്രവർത്തിക്കുകയും സത്യം ധൈര്യത്തോടെ സംസാരിക്കുകയും വേണം. ഒടുവിൽ ശുദ്ധവും മരണമില്ലാത്തതുമായ ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ അവസാന വാക്യങ്ങൾ നൽകിയിരിക്കുന്നു. ഏതാണ്ട് 4 മണിക്കൂറുകളുള്ള എഫേസ്യ ലേഖനത്തിലെ 6 അധ്യായങ്ങളുടെ പഠനം 146 ചെറിയ എപ്പിസോഡുകളായി പഠിച്ചപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉൾക്കാഴ്ച നൽകുന്ന അനേകം വെളിവുകളും അറിവുകളും അനുഭവങ്ങളും എനിക്കുണ്ടായി. നിങ്ങൾക്കും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ ആമുഖമായ 243 മുതൽ 247 വരെയുള്ള എപ്പിസോഡുകൾ ഒരിക്കൽ കൂടി കേൾക്കുന്നത് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലും കൂടുതൽ വെളിച്ചം പകർന്നു തരുന്നതുമായിരിക്കും എന്ന് ക്രിസ്തുനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോടും സഭയോടും പ്രാർത്ഥന ആവശ്യപ്പെട്ടതുപോലെ മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് ആത്മീയ പ്രവൃത്തികൾക്ക് വിജയമുണ്ടാകൂ എന്ന സത്യത്തിൻ്റെ ബോധ്യത്തിൽ ബലഹീനനായ ഞാനും ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ നിരന്തരമായ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.